Let's do this. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു VFX എഡിറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ 𝗧𝗏 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെയ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ഇല്ലാത്ത APK വെർഷൻ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അലോ പെർമിഷന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് കാര്യം വരുന്നത് മുകളിലായിട്ട് നിങ്ങൾക്ക് ഹോട്ട്, ന്യൂ, ഗ്ലോ ലൈൻ ഇങ്ങനെ ഒരുപാട് എഫക്റ്റ്, ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത് താഴെയുള്ള ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ആ ഒരു ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്ക് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. ഈ താഴെ കാണുന്ന ഫസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് എന്ന ഭാഗത്ത് തന്നെ സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു എഫക്റ്റിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് അവിടെ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഏത് ഭാഗത്തു നിന്നാണോ എഫക്റ്റ് വരേണ്ടത്, അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് വീണ്ടും ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ട ഭാഗത്ത് ആ ഒരു VFX എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുമ്പോൾ മറ്റൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് ആ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വേണ്ട എഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്